മമതാ ബാനർജിക്ക് തിരിച്ചടി. ഋതുപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ച നടപടി സ്റ്റേ ചെയ്യാതെ കൊൽക്കത്ത ഹൈക്കോടതി. മമതാ ബാനർജിയുടെ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചില്ല. വിഷ്ണു തലവൂർ കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇതാ തുടർച്ചയായി തിരിച്ചടികൾ മാത്രമാണ് ഇപ്പോൾ തൃണമൂലിനും മമതാ ബാനർജിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിമതരുടെ ഒരു പ്രശ്നം അതീവ ഗുരുതരമായി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇതാ ഹൈക്കോടതിയിൽ നിന്നും മമതയ്ക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സിന്ധൂരി, വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ മമതാ ബാനർജിക്ക് കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വിമത MLA-മാരൊക്കെ തന്നെ മറുകണ്ഠം ചാടുകയും അതോടൊപ്പം തന്നെ ഋതുപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MLA-മാരൊക്കെ തന്നെ കത്ത് നൽകിയിരുന്നു. ആ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ സ്പീക്കർ ഇത്തരത്തിൽ ഋതുപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്തത്. എന്തായാലും അത് ചോദ്യം ചെയ്തുകൊണ്ട് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മമതാ ബാനർജി കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ കൊൽക്കത്ത ഹൈക്കോടതി മമതാ ബാനർജിയുടെ ഹർജിയിൽ ഇടപെടാൻ തയ്യാറായിട്ടില്ല. ഈ ഋതുപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് സ്റ്റേ ചെയ്യാൻ കഴിയുകയില്ല എന്നതാണ് കാര്യം കൊൽക്കത്ത ഹൈക്കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഒരു തീരുമാനം മമതാ ബാനർജിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. സിന്ധൂരി, ശരി, വ്യക്തമാണ്. ഋതുപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ച നടപടി സ്റ്റേ ചെയ്യാതെ കൊൽക്കത്ത ഹൈക്കോടതി. മമതാ ബാനർജിയുടെ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചില്ല. വലിയ തിരിച്ചടിയിലേക്ക് മമതാ ബാനർജി. വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.